കേരള കോൺഗ്രസ് എമ്മിൽ അസ്വസ്ഥത അതിന്റെ മൂർധന്യത്തിലെത്തുമ്പോൾ പഴയ ജോസഫ് വിഭാഗം നേതാവ് ഫ്രാൻസിസ് ജോർജിന്റെ നിലപാട് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും? ഇന്ന് തെരഞ്ഞെടുപ്പ് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന കേരള കോൺഗ്രസിന്റെ എമ്മിലെ വിശേഷങ്ങൾ. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പുതിയ കേരള കോൺഗ്രസിന് സാധ്യതയുണ്ടാകുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കുന്നവർ UDF വിട്ടേക്കും എന്ന വാർത്തകൾ സജീവമാകുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിലെ പ്രശ്നങ്ങൾ, അവിടെ ഫ്രാൻസിസ് ജോർജ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? MR സജേഷിന്റെ റിപ്പോർട്ടിലേക്ക്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പിളർപ്പുറപ്പാക്കി പ്രബല നേതാക്കൾ പാർട്ടി വിടുന്ന കാര്യത്തിൽ ധാരണയിലെത്തി. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ആലോചന. ജോസഫ് വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളായ ആന്റണി രാജു, KC ജോസഫ്, PC ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇതോടെ മാണി ഗ്രൂപ്പിനുള്ളിലെ ജോസഫ് വിഭാഗം ദുർബലമാകും. വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് മാത്രമാണ് കേരള കോൺഗ്രസ് എമ്മിൽ തുടരുക. ജോസ് കെ മാണി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു. ജോസ് കെ മാണിക്ക് വേണ്ടി പ്രധാന നേതാക്കളെ അവഗണിക്കുന്നു. ഇനി തുടരാനാകില്ല എന്ന നിലപാടാണ് പുറത്തുവരുന്ന നേതാക്കൾ സ്വീകരിക്കുന്നത്. പ്രത്യേക ഘടകകക്ഷിയായി UDFൽ തുടരാനുള്ള ശ്രമം ജോസഫ് വിഭാഗം നടത്തിയിരുന്നെങ്കിലും മാണി അനുവദിച്ചില്ല. UDF നേതൃത്വത്തിൽ KM മാണി കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പുതിയ പാർട്ടി രൂപീകരിച്ച് UDF വിടാനുള്ള ജോസഫ് വിഭാഗം നേതാക്കളുടെ തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര്? വെള്ളാപ്പള്ളി പറയും അത് ഉമ്മൻചാണ്ടിയാണെന്ന്. എന്തിന് വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി ഈ നിലപാട് പ്രഖ്യാപിക്കണം? CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. പിണറായി വിജയന്റെ വാക്കുകളിലേക്ക്. RSSനെ പ്രീണിപ്പിക്കാൻ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വലിയ ശ്രമം നടത്തുന്നു. രണ്ടു കൂട്ടർക്കും പരസ്പരം ഒരു കൈത്താങ് വേണം എന്ന ചിന്തയാണ് ഈ പ്രീണനത്തിനിടയാക്കുന്നത്. അടുത്ത ദിവസം വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്നതാണ്. അങ്ങനെ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് തെറ്റിദ്ധരിക്കേണ്ട. ഒരു ബാന്ധവം ഏതു തരത്തിൽ സ്ഥാപിക്കാനാകും എന്നതിന് രഹസ്യമായ ഒട്ടേറെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന് മുന്നിൽ നിൽക്കാൻ താൻ തയ്യാർ എന്ന പ്രഖ്യാപനമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗിന്റെ ആവശ്യം. ഇരവിപുരം ലക്ഷ്യമിടുകയാണെങ്കിൽ ഇരവിപുരത്ത് RSPയും ലീഗും എന്തു ചെയ്യും? അവിടെ DCCക്കും DCCയുടേതായ നിലപാടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലീഗും RSPയും ഇരവിപുരം സീറ്റും അതോടൊപ്പം തെക്കൻ കേരളത്തിലെ 2 സീറ്റിനും ലീഗിന്റെ അവകാശവാദവും കൂട്ടിച്ചേർക്കുമ്പോൾ രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നു ഇരവിപുരത്തിന്റെ രാഷ്ട്രീയ കഥകൾ. 1980 മുതൽ തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കുന്ന ഇരവിപുരം സീറ്റ് ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണെന്നാണ് കൊല്ലത്ത് ചേർന്ന ലീഗ് മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്കിനും നേതൃത്വം വഴങ്ങരുതെന്ന് ഭാരവാഹികൾ നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മണ്ഡലം കൊല്ലം ജില്ലയിൽ ഇരവിപുരം നിയോജക മണ്ഡലമാണ് 80 മുതൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് കൂടി തീരുമാനിച്ചാൽ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ മറ്റിടത്ത് തിരിച്ചു ചോദിക്കും. മുമ്പ് ലീഗിന് 2 സീറ്റുണ്ടായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിന്റെ UDFന്റെ ഭാഗത്ത് 3-4 സീറ്റ് ഒഴിവുണ്ട്. അതുകൊണ്ട് ലീഗിന് 2 സീറ്റ് കിട്ടണം കൊല്ലം ജില്ലയിൽ. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ലീഗ് പറഞ്ഞ കമ്മിറ്റി. ഇരവിപുരം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞതാണ്. 980 2 മണ്ഡലത്തിൽ നമ്മൾ മത്സരിച്ചത് ചടയമംഗലം ഇരവിപുരം. പക്ഷേ ആ ചടയമംഗലത്തിൽ നമ്മൾ 80 കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 സീറ്റിലാണ് നമ്മൾ മത്സരിച്ചത്. വെസ്റ്റിലും മത്സരിച്ച് കടുത്തിട്ടും ഈ 2 മണ്ഡലം ഒന്ന് മാറിക്കൊടുത്തപ്പോൾ ആ 2 മണ്ഡലം പോയതുപോലെ ഇനി കൊല്ലത്ത് അങ്ങനെ ഒരു മണ്ഡലം പോകാൻ പാടില്ല. മാത്രമല്ല തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യവും ലീഗ് ഉന്നയിക്കും. അതേസമയം ഇരവിപുരത്ത് RSP മത്സരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി A ആസിസ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജയസാധ്യതയില്ലാത്ത ഏതെങ്കിലും മണ്ഡലം നൽകി ലീഗിനെ ഒതുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. RSP UDFൽ എത്തിയതോടെ കൊല്ലത്ത് ലീഗിനെതിരെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കാലുവാരിയതും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദുർബലപ്പെടുത്താനാണെന്നും ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇരവിപുരം ഏറ്റവും വിവാദ വിഷയവും തർക്ക വിഷയവുമാകുമ്പോൾ കൊല്ലത്ത് ഘടകകക്ഷികളെ ഏതു തരത്തിലാകും കോൺഗ്രസ് കൈകാര്യം ചെയ്യുക? കൊല്ലത്ത് RSPക്ക് മാത്രമേ സീറ്റ് നൽകൂ എന്ന് DCC പ്രസിഡന്റ് അഭിപ്രായപ്പെടുന്നു.
എഴുകോൺ സത്യശീലൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്കുമുണ്ട് നിലപാട്. രണ്ടുപേരുടെയും വാക്കുകളിലേക്ക്. കൊല്ലത്തെ പാർട്ടിയെ സംബന്ധിച്ചോളം അവിടെ UDFിൽപ്പെട്ട 3 കക്ഷികൾ, RSPക്ക് 3 സീറ്റ്, ചവറ, ഇരുവീരം, കുന്നത്തൂർ, അവരുടെ കയ്യിലിരിക്കുന്ന 3 സീറ്റ് അത് അവർക്ക് തന്നെ യുക്തമായി ഉപയോഗിക്കാവുന്ന കാഴ്ചപ്പാടാണ് നമ്മുടെ പാർട്ടിക്കും കൊല്ലം ജില്ലാ UDFിനും ഉള്ളത്. അപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അക്കാര്യത്തിൽ വളരെ വ്യക്തമായി അതിൽ തർക്കം ഉണ്ടാക്കണ്ട എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി 8 സീറ്റാണ് അവശേഷിക്കുന്നത്. ഈ 8 സീറ്റ് കോൺഗ്രസ്സിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഒരു സ്വന്തം അഭിപ്രായം എടുത്ത് പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ. UDFിൽ അതിൻ്റെ ഗുഡ് സ്പിരിറ്റിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യും. ഞങ്ങൾ അനാവശ്യമായി തർക്കങ്ങളും ബഹളങ്ങളും ഒന്നും ഉണ്ടാക്കുന്ന പാർട്ടി അല്ലല്ലോ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ആരോഗ്യകരമായ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും. ഞങ്ങൾ UDFിൽ വളരെ ആരോഗ്യമായ ചർച്ച നടത്തി തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ലീഗിനുള്ളൂ. തർക്കങ്ങളും ഒന്നുമില്ല UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അരുവിക്കരയിൽ ഏതു തരത്തിലായിരുന്നു? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ പോൾ ചെയ്തത് 1,42,493 വോട്ടുകൾ. 77.35% പോളിംഗ്. ഈ പോളിംഗ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുമ്പോൾ വിജയിയായത് KS ശബരിനാഥനാണ്. ശബരിനാഥന്റെ വോട്ട് 56,448. 10,128 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു KS ശബരിനാഥൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച പ്രമുഖരെ കണക്കാക്കുമ്പോൾ M വിജയകുമാർ CPIM 46,320 വോട്ട് M വിജയകുമാർ നേടിയപ്പോൾ രാജഗോപാലായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം 34,145 വോട്ടും സ്വന്തമാക്കി. UDFിൽ JDUവും RSPയും ലീഗും അടക്കമുള്ള ഘടകകക്ഷികൾ സീറ്റ് നീക്കുപോക്കുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും അവകാശവാദങ്ങൾക്കും രൂപം കൊടുക്കുമ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം അരുവിക്കര സ്വച്ഛമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അവിടെ സ്ഥാനാർത്ഥിയെ അടക്കം പ്രഖ്യാപിച്ചാണ് UDF മുന്നോട്ട് പോകുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് G കാർത്തികേയന്റെ മകനും നിലവിലെ MLAയുമായ KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ അരുവിക്കര വരുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്തിൽ ഒരു ഘട്ടം കടക്കുമ്പോൾ തന്നെ അരുവിക്കരയുടെ വികസന ചിത്രം, അരുവിക്കരയുടെ രാഷ്ട്രീയ ചിത്രം ആദ്യം MR സജേഷിലേക്ക്. റബ്ബർ കൃഷിയെ ആശ്രയിച്ചാണ് മണ്ഡലത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നത്. വിലയിടിഞ്ഞതോടെ റബ്ബർ കടകൾ കൂട്ടത്തോടെ പൂട്ടി. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പണിയില്ല. കർഷകർ തീർത്തും നിരാശയിലുമാണ്. ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും കൂട്ടിച്ചേർക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ അരുവിക്കര എങ്ങനെയായിരിക്കും പ്രതികരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക? അരുവിക്കരയുടെ മലയോര മേഖലയാകെ റബ്ബറിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. റബ്ബറിന് വിലസ്ഥിരതയുണ്ടാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനങ്ങൾ നടപ്പിലാകാത്തത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. 150 രൂപ സർക്കാർ ഉറപ്പ് നൽകുമ്പോൾ 87 രൂപ മാത്രമാണ് കർഷകന് കിട്ടുന്നത്. പറയുന്നു, പക്ഷേ സാധാരണക്കാർക്കൊന്നും കിട്ടില്ല. കിട്ടുന്നത് എസ്റ്റേറ്റ് മാനേജ്മെന്റിനൊക്കെ കിട്ടും. ചെറുകിടക്കാർക്കൊന്നും അത് പ്രാബല്യത്തെ. ടാപ്പിംഗ് തൊഴിലാളികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? കാരണം ടാപ്പിംഗ് കഴിഞ്ഞ 2-3 മാസം കൊണ്ട് പണി നടന്നില്ല. ആഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് ഒക്ടോബർ വരെ പണി നടന്നിട്ടില്ല. അല്ല, നമ്മളെ നിവൃത്തിയോടുകൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല, അരി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകണം, അത്ര തന്നെ. അല്ലാതെ ഇതിന്നൊരു നേട്ടമായിട്ട് നമുക്കൊന്നുമില്ല. നമുക്ക് ഒരു വീടില്ല, കിടക്കാടമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ചെയ്യാമെന്ന് വിചാരിക്കട്ടെ. 2 കുട്ടികളെ അയച്ചെങ്കിൽ തന്നെ അവർക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മളങ്ങ് ജീവിച്ച് പോകണം. പണ്ടേ ഈ ഒരു പണി അറിയാവുള്ളൂ, റബ്ബർ ടാപ്പിംഗ് മാത്രമേ അറിയാവുള്ളൂ. ചെറുകിട റബ്ബർ കടകൾ അടച്ചുപൂട്ടി. റബ്ബർ മുറിച്ചു മാറ്റി കർഷകർ മറ്റു വിളകളിലേക്ക് നീങ്ങുന്നു. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇത്രയും നാൾ റബ്ബറിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന സാധാരണക്കാർക്ക് ഇപ്പോൾ അതിനെ ആശ്രയിക്കാൻ കഴിയുന്നില്ല. അവരതിനെ മുറിച്ച് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് വാഴയും കപ്പയും അങ്ങനെയുള്ള കാർഷിക വിളകളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞ റബ്ബർ മുറിച്ച് മാറ്റി കപ്പ നട്ടവന് അത് പന്നിയെടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയാണ്. അവന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് ഇന്നിവിടെ നിലവിലുള്ളത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമല്ല, ഇതൊരു ജീവിത പ്രശ്നമാണ്. ഈ ജീവിത പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം. റബ്ബറിനൊപ്പം റോഡുകളുടെ ശോചനീയാവസ്ഥയും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ഉപതെരഞ്ഞെടുപ്പിലും റോഡുകളിലെ കുഴി പ്രധാന വിഷയമായിരുന്നു. റോഡുകളുടെ ദാരുണസ്ഥിതി പരിഹരിക്കാമെന്ന ഉറപ്പ് പിന്നീടും പാലിക്കപ്പെട്ടിട്ടില്ല.
റോഡ് എഞ്ചിനുകൾ, എങ്ങും കൂട്ടിയിട്ട മെറ്റലുകൾ, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള തട്ടിക്കൂട്ടുപണിയുടെ തകൃതിയിലാണ് അരുവിക്കരയുടെ ഉൾഗ്രാമങ്ങളെല്ലാം. അവിടെ നീറുന്ന പ്രശ്നങ്ങളായിരുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കെല്ലാം അറിയാം, റോഡിൻ്റെ ആയിരുന്നു. അതിപ്പോൾ വെളനാട് ചെറ്റച്ചൽ കേരളത്തിലെ ആദ്യത്തെ സ്പെഷ്യൽ പാക്കേജ് റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ 3 പഞ്ചായത്തുകൾ, അരുവിക്കര, വെളനാട്, പൂവച്ചൽ തൊട്ടുള്ള റോഡിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. 12 കിലോമീറ്റർ സ്ട്രെച്ച് ഇപ്പോൾ വർക്കിൻ്റെ അവസാന ഘട്ടമാണ്. 12 കിലോമീറ്റർ BMBC ആയി വരുന്നു. അതിനോടൊപ്പം പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന് കുറേ റോഡുകൾ, ഒരു 50ഓളം റോഡുകളുടെ മെയിൻ്റനൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളുടെ വർക്ക് തുടങ്ങി. അപ്പോൾ റോഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പോയാൽ തന്നെ വലിയൊരു വ്യത്യാസം ഇപ്പോൾ അരുവിക്കര മണ്ഡലത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഒരു റോഡും അപൂർവം ചില റോഡുകളിൽ പാച്ച് വർക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിനും പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. പാച്ച് വർക്ക് കുറച്ച് കുണ്ടുകുഴിയൊക്കെ അപൂർവം ചില എല്ലാ റോഡിലുമില്ല. അവിടെ LDFിൻ്റെ നേതൃത്വത്തിൽ മാത്രമല്ല, നാട്ടുകാർ ഉൾപ്പെടെ സംഘടിച്ചുകൊണ്ട് ഇതിനിടയ്ക്ക് 2 പ്രക്ഷോഭം നടന്നു. റോഡുകൾ പുതുക്കി പണിയുന്നതിന് വേണ്ടി 8 പഞ്ചായത്തുകളുണ്ട്. മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഭൂരിഭാഗവും ദരിദ്രരും മലയോര മേഖലയിലെ ആദിവാസികളുമാണ്. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ആദിവാസി ഊരുകളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കയറിയിറങ്ങുകയായിരുന്നു. എന്നാൽ ഇവരുടെ ജീവിത ദുരിതങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അല്ല, ഈ അമ്പലത്തിൽ നിന്ന് ലേലം വിളിച്ച് കൊണ്ടുവന്നതാണ് എൻ്റെ മോള്. അത് പൈസയൊന്നും കൊടുത്തില്ല ഇതുവരെ. അത് ഒരു മാസത്തിനകത്ത് കൊടുത്താൽ മതി. അതും അങ്ങനെ ചെറിയ കുട്ടി, അതും ലേലം വിളിച്ച് കൊണ്ടുവന്ന തന്നെ, അതിനും പൈസയൊന്നും കൊടുത്തില്ല. പിന്നെ നമ്മളെ ഇല്ല എമൗണ്ട് നിങ്ങൾ കൊണ്ട് മേല് ഏറ്റു വാങ്ങിച്ച് ചെയ്യും പോലെ കുറച്ച് ദിവസം മേയ്ക്കുമ്പം ചേർത്ത് കയറ്റിയ ഒരു കുഞ്ഞ് കിട്ടണമെങ്കിൽ അത് നമുക്ക് സ്വന്തമാണ്. അങ്ങനെയാണ് ഇവിടെ ജീവിതം. കുടിവെള്ള സ്രോതസ്സായ അരുവിക്കര ഡാമിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന വാഗ്ദാനം ഇനിയും പാലിക്കപ്പെടാത്തതും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ഡാമിൽ ഇപ്പോഴും ഗാർഹിക മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും ഉൾപ്പെടെ കൂട്ടത്തോടെ തള്ളപ്പെടുന്നു. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളും ദാരിദ്ര്യവും ഇടതുമുന്നണിയും BJPയും ഉന്നയിക്കുമ്പോൾ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെ മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് UDF നേതാക്കൾ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകുന്ന പതിവ് പരിപാടി പറ്റില്ലെന്ന് ജനതാദൾ U. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാവ് വർഗീസ് ജോർജ് തന്റെ നിലപാട് വ്യക്തമാക്കി. MR സജീഷിന്റെ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ നൽകുന്ന പതിവ് പരിപാടി അംഗീകരിക്കില്ലെന്ന നിലപാട് JDU UDF നേതൃത്വത്തെ അറിയിക്കും. പതിവായി തോൽക്കുന്ന മട്ടന്നൂർ, ഏലത്തൂർ, നേമം തുടങ്ങിയ മണ്ഡലങ്ങൾ വേണ്ട. ഇതിനു പകരം കൊച്ചിയിലോ ആലപ്പുഴയിലോ സീറ്റുകൾ നൽകണമെന്ന് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടിയ 6 സീറ്റുകളിൽ 3 സീറ്റുകൾ തീരെ ജയസാധ്യതയില്ലാത്ത സീറ്റുകളായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ മുന്നണിയിൽ താമസിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം ജയിക്കുന്ന സീറ്റുകളിൽ ചിലതാണ് ഞങ്ങൾക്ക് തന്നത്. 70-80 സീറ്റ് മത്സരിക്കുന്ന ഒരു വലിയ പാർട്ടി തോക്കുന്ന 7-8 സീറ്റ് മത്സരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ 6 സീറ്റ് മത്സരിച്ചൊരു പാർട്ടി നേരെ പകുതി സീറ്റുകളിൽ വിജയസാധ്യതയില്ലാത്ത സീറ്റുകളിൽ മത്സരിക്കുന്ന ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണം. മുന്നണി വിട്ടുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. കുറച്ച് സീറ്റുകൾ ഇപ്പോൾ UDFിൽ പുതുതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. ചില ഘടകകക്ഷികൾ UDF വിട്ടുപോയതുകൊണ്ട് ആ സീറ്റുകൾ ആനുപാതികമായി ഞങ്ങളുടെ പാർട്ടി കൂടി വീതിച്ചു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. നിയമത്തിനു പകരം തിരുവനന്തപുരത്ത് മറ്റൊരു മണ്ഡലം നൽകണമെന്നും JDU ആവശ്യപ്പെട്ടു. ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ JDU നിലപാടറിയിക്കും. MR സജീഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. JDUവിന്റെ നിലപാട് വർഗീസ് ജോർജ് പറയുമ്പോൾ വോട്ടില്ലാത്തവരുടെ വോട്ട് നേടുകയും വോട്ട് വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരുടെയും അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടവരുടെ വോട്ട് ഏതു തരത്തിലായിരിക്കും വിനിയോഗിക്കുക? കർദിനാൾ മാർക്ക് ക്ലിമീസ് കാതോലിക്ക ബാവയുടെ വാക്കുകളിലേക്ക്. ഒരു ആനുകൂല്യവും വ്യക്തിപരമായി നിങ്ങളുടേത് എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടുന്നത്, പ്രിയപ്പെട്ട ഭരണാധികാരികളെ, നിങ്ങൾ എന്തിന്റെ കാരണം പറഞ്ഞാണ് ഈ സംവരണം ഈ പാവപ്പെട്ട ജനതയ്ക്ക് നിഷേധിക്കുന്നത്? അതെന്നെ ബോധ്യപ്പെടുത്തണം. ഈ സർക്കാർ 5 വർഷമായി തുടർച്ചയായി നൽകി വന്നിരുന്ന വാഗ്ദാനം അവസാനത്തെ 5 ദിവസത്തിന് മുൻപ് എന്തുകൊണ്ട് നിഷേധിച്ചു എന്നറിയാൻ നീതി നിഷേധിക്കപ്പെട്ട നാടാർ സമുദായത്തിലെ മക്കൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങൾ ബോധ്യപ്പെടുത്തിയേ മതിയാവൂ. ഈ സംവരണമില്ലാത്തവരുടെ വോട്ട് കൂടി നേടി MLA സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ജില്ലയിലെ MLA-മാര് കൂടി ശ്രദ്ധിക്കുന്നത് കൊള്ളാം. ഇവരുടെ കയ്യിൽ ഇപ്പോഴും വോട്ടവകാശമുണ്ട്.
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കർദിനാൾ മാർ ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കാണ് മുന്നറിയിപ്പുകൾ നൽകിയത്. ആ മുന്നറിയിപ്പ് തെരഞ്ഞെടുപ്പ് കേരളം ഇന്ന് ശ്രദ്ധയോടെ ചർച്ച ചെയ്യുമ്പോൾ തന്നെയാണ് അരുവിക്കര നിയമസഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയത്തിന് പ്രാധാന്യമുണ്ടാവുക. MR സജീഷിലേക്ക് വീണ്ടും. 8 മാസം മുമ്പ് രാഷ്ട്രീയ കേരളം അരുവിക്കരയിലായിരുന്നു. നിർണായക ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു. ഇനി കാറ്റ് എങ്ങോട്ട് വീശുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. മുന്നണികളുടെ ആ കണക്കുകൂട്ടലുകളിൽ എല്ലാ നേതാക്കളുടെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തിക്കുന്നവരുടെയും നിലപാടുകൾ അതിശക്തമായി പ്രതിഫലിക്കും. അരുവിക്കര നിയമസഭാ മണ്ഡലം പോയ കാലത്ത് ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് കണ്ടതും. വരുംകാല കാഴ്ചകൾ MR സജീഷിന്റെ റിപ്പോർട്ടിലൂടെ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അരുവിക്കരയിൽ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥ് ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ നേരത്തെ അവകാശവാദം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതേസമയം ആര് മത്സരിച്ചാലും മണ്ഡലം സുരക്ഷിതമാണെന്നാണ് ശബരിനാഥിന്റെ പക്ഷം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു UDF സ്ഥാനാർത്ഥി ഉണ്ടാവും. സ്ഥാനാർത്ഥി ആരാണെന്ന് പറയേണ്ടതൊക്കെ പാർട്ടിയും അതോടൊപ്പം UDF-ഉമാണ്. എന്തായാലും അടുത്ത മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും എണ്ണി പറയാൻ പറ്റുന്നത് അരുവിക്കര മണ്ഡലത്തിൽ ചെയ്ത വികസന കാര്യങ്ങളും അതിനോടൊപ്പം അരുവിക്കര മണ്ഡലത്തിന് വേണ്ടി UDF സർക്കാർ നല്ല കാര്യം ചെയ്ത കാര്യങ്ങളും അതിനോടൊപ്പം കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ വികസന കരുതൽ മോഡലുകളെക്കുറിച്ച് ഊന്നിയായിരിക്കും തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥി വരുമ്പോൾ പ്രകടനം നടത്താൻ പോകുന്നത്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അരുവിക്കര മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഒരുപക്ഷെ 8 മാസം മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമായ സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 10,000 വോട്ടിൽ ഞാൻ വിജയിക്കാനുള്ള കാരണവും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജനങ്ങൾ കണ്ടതുകൊണ്ടാണ്. O രാജഗോപാൽ സ്ഥാനാർത്ഥിയായതോടെ ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിയതാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്ന് LDF വിലയിരുത്തുന്നു. നിലവിലെ സാഹചര്യങ്ങൾ അനുകൂലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 6ലും വിജയം നേടിയതും LDF ചൂണ്ടിക്കാണിക്കുന്നു. UDF സീറ്റ് നിലനിർത്തിയെന്നുള്ളതാണ്. LDF നല്ല നിലയിൽ അവിടെ പ്രവർത്തനങ്ങളിൽ വന്നു. പക്ഷേ BJP ഈ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് UDF-നെ സഹായിച്ചു. ബൈ ഇലക്ഷനിൽ അവർ ജയിച്ചു, UDF ജയിച്ചെങ്കിലും അരുവിക്കര മണ്ഡലത്തിൻ്റെ ചിത്രം വേറെയാണ്. ചിത്രമെന്ന് പറഞ്ഞാൽ അതിനുശേഷം നടന്ന ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 പഞ്ചായത്ത് അവിടെയുണ്ട്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതാണ് ആ മണ്ഡലം. 8 ഗ്രാമപഞ്ചായത്തിൽ 6ൽ LDF-ആണ്, UDF-ൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കിയത് BJP-ക്കും പ്രതീക്ഷ നൽകുന്നു. 28,000-ഓളം വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലാകെ BJP-ക്ക് കിട്ടി. BJP കേരളത്തിൽ ഇക്കുറി വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നിയോജകമണ്ഡലം ഒന്നാണ് അരുവിക്കര നിയോജകമണ്ഡലം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് 34,000-ൽ കൂടുതൽ വോട്ട് അരുവിക്കരയിൽ ലഭിച്ചു എന്നുള്ളത് ഒരു മാനദണ്ഡമാക്കിക്കൊണ്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ പലരും പറഞ്ഞിരുന്നു O രാജഗോപാൽ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമാണ് അത്രയും വോട്ട് ലഭിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ O രാജഗോപാൽ ആയിരുന്നില്ല സ്ഥാനാർത്ഥി. പക്ഷേ BJP-ക്ക് 28,000-ഓളം വോട്ട് ശേഖരിക്കാൻ വേണ്ടി ആ നിയോജകമണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇടതുമുന്നണിയും BJP-യും മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ശബരിനാഥും സജീവമായി തന്നെ മണ്ഡലത്തിലുണ്ട്. അരുവിക്കരയിൽ ഇത്തവണയും ശക്തമായ ത്രികോണ മത്സരം ഉറപ്പ്. നാളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം.